ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പ്രാരബ്ധ ദഹനം. ചിദംബരകൃഷ്ണനും പ്രാരബ്ധ ചുമടേന്തിയാണ് വിശ്വാസം പോലുമില്ലാതെ സത്യസായി ബാബയെ കാണാനെത്തിയത്. പക്ഷേ 1000 അമ്മമാരുടെ പ്രേമം നുണയാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. തൻ്റെ പ്രാരബ്ധങ്ങൾ സായി സന്നിധിയിൽ, സൂര്യസന്നിധിയിൽ ഹിമം എന്ന പോലെ ഉരുകിമറിയുന്നത് അയാൾ അനുഭവിച്ചു. ചിദംബരകൃഷ്ണൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കാരൻ, 8 മക്കളിൽ മൂന്നാമൻ, വൻ വ്യവസായ കുടുംബം, 12000 ജോലിക്കാർ പണിയെടുക്കുന്ന വ്യവസായ ശൃംഖല, പ്രശസ്ത രാഷ്ട്രീയ പ്രവർത്തകനായ കാമരാജ് നാടാർ അമ്മാവൻ, ധനവും അധികാരവും കൈയാളുന്ന കുടുംബ പശ്ചാത്തലം, എല്ലാം സമൃദ്ധം ഒന്നൊഴിച്ച്. ജാതകപ്രകാരം ചിദംബരകൃഷ്ണന് ആയുസ് നന്നേ കുറവ്, 24-ൽ മരണം. കൃത്യമായി പറഞ്ഞാൽ 1960 മാർച്ച് 14-ന് അപ്പുറം ആയുസില്ല. കിടുകിട തെറ്റാത്ത പ്രവചനം നടത്തുന്ന ജ്യോത്സ്യർ തന്നെയാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ വിവാഹാലോചന വന്നു. ഒരു സഹോദരൻ അതിനെതിര്. സ്വത്ത് നഷ്ടപ്പെടുമെന്ന ചിന്ത തന്നെ കാരണം. കുടുംബ സുഹൃത്തായ ശ്രീകൃഷ്ണസ്വാമി മുതലിയാർ വിവരമറിഞ്ഞു. അദ്ദേഹമോ സത്യസായി ബാബയുടെ പരമഭക്തൻ. അദ്ദേഹം ആ യുവാവിനോട് ഉറപ്പായി പറഞ്ഞു, ബാബയ്ക്ക് നിന്നെ രക്ഷിക്കാനാകും, ബാബയ്ക്കേ കഴിയൂ, നീ സ്വാമിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അക്കാലങ്ങളിൽ ബാബയെ അത്ര കാര്യമായി ലോകം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുള്ളതോ മാജിക്കുകാരൻ എന്നും. ചിദംബരകൃഷ്ണന് ബാബയെ കാണാൻ താല്പര്യമുണ്ടായില്ല. പക്ഷേ ഇതിനിടയിൽ അവരുടെ താമസ സ്ഥലത്തിനടുത്ത് ബാബ എത്തുന്ന വിവരം മുതലിയാർ അറിഞ്ഞു. അദ്ദേഹം വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ മുതലിയാർ തന്നെ മുൻകൈയെടുത്ത് ചിദംബരകൃഷ്ണനെ സായി സന്നിധിയിൽ എത്തിച്ചു. വൃദ്ധനായ ഒരു സന്യാസിയെ പ്രതീക്ഷിച്ചിരുന്ന ചിദംബരകൃഷ്ണനെ കണ്ടത് യുവാവായ മുടിക്കിരീടം ധരിച്ച സത്യസായിയെ. തൃപ്തി തോന്നിയില്ല, പക്ഷെ അവഗണിക്കാനും പറ്റുന്നില്ല. ബാബ ചിദംബരകൃഷ്ണന്റെ കയ്യിൽ പിടിച്ച് വീടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. അവിടുന്ന് ആദ്യമേ അരുളിയ വാചകം, നീ മരിക്കാൻ പോകുന്നില്ല, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിദംബരകൃഷ്ണൻ അന്താളിപ്പോലെ ചോദിച്ചു, സ്വാമി ഇതെങ്ങനെ അറിഞ്ഞു? തൻ്റെ ശിരസിലേക്ക് ചൂണ്ടി ബാബ സൗമ്യമായി അരുളി, എല്ലാം ഇതറിയുന്നു. അതിനുശേഷം തൃക്കരം ചുഴറ്റി ഒരു ഏലസ് സൃഷ്ടിച്ചു. അത് നൽകിക്കൊണ്ട് സ്വാമി അരുളി, ഇത് ധരിക്കുക. പിന്നീടൊരു രത്നം നൽകിക്കൊണ്ട് അരുളി, ഇത് എപ്പോഴും സൂക്ഷിക്കുക, നഷ്ടപ്പെട്ടാൽ ഞാനുള്ള ദിക്കിലേക്ക് ഓടി വരിക. ചിദംബരകൃഷ്ണൻ വിസ്മയിച്ചു നിൽക്കവേ അടുത്ത ചോദ്യം ഉയരുന്നു, നിന്റെ വിവാഹകാര്യം എന്തായി? സ്വാമി അതെങ്ങനെ അറിഞ്ഞു? അയാൾ അത്ഭുതത്തോടെ വീണ്ടും ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇതിലുണ്ട്. തൻ്റെ ശിരസ് ചൂണ്ടി സായി വീണ്ടും മന്ദഹസിച്ചു. വിവാഹം നടത്തുക, ഭഗവാൻ അരുളി. സ്വാമി, കേസുണ്ട്. മാത്രമല്ല എതിരാളികളായ ബന്ധുക്കൾ അധികാരമുള്ളവരും ശക്തരുമാണ്. നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, അതാണ് ഇത്ര ഭയം. എല്ലാം എനിക്ക് വിടൂ, പാർട്ടിയിൽ വരൂ, ഞാൻ വിവാഹം നടത്തിത്തരാം. ചിദംബരകൃഷ്ണൻ സ്വയം സമർപ്പിതനാവുന്നതിൻ്റെ തുടക്കം അവിടം മുതൽ തുടങ്ങി. ഒരിക്കൽ ഭഗവാൻ ചോദിച്ചു, എനിക്കിപ്പോൾ നീ കന്യാകുമാരിക്ക് വരുന്നുവോ? സസന്തോഷം അയാൾ സമ്മതിച്ചു. കന്യാകുമാരിയിലെ കടപ്പുറത്തെ വലിയ പാറക്കെട്ടിലേക്ക് സ്വാമി നടന്നു. വളരെ അപകടം പിടിച്ച, ഏറെ മരണങ്ങൾ നടന്ന സ്ഥലം. സന്ധ്യയായി. സ്വാമി മുന്നോട്ട് നടക്കുകയാണ്. ഇരുട്ട് വീണു തുടങ്ങി. ചിദംബരകൃഷ്ണന്റെ കൈവശം ക്യാമറയുണ്ട്. സാഗര തീരത്ത് നിൽക്കുന്ന സ്വാമിയുടെ പടം എടുക്കാൻ കസ്തൂരി പറഞ്ഞു. വെളിച്ചമില്ല, പടം കിട്ടില്ല എന്ന് ചിദംബരകൃഷ്ണൻ. നിനക്ക് എന്നെ അറിയില്ല, കസ്തൂരി പറഞ്ഞത് അനുസരിക്കൂ, സ്വാമി അരുളി. ഫിലിം പാഴാകുമെന്ന് കരുതി തന്നെ ചിദംബരകൃഷ്ണൻ ഫോട്ടോ എടുത്തു. അടുത്ത നിമിഷം ഒരു ഇരമ്പൽ, ഒരു കൂറ്റൻ തിര ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് പാറക്കെട്ടിലേക്ക് പാഞ്ഞു വരുന്നു. എല്ലാവരും ഭയന്നുപോയി. സ്വാമി അതിൽ പെട്ടത് തന്നെ. അടുത്ത നിമിഷം തിര സ്വാമിയെ പൊതിഞ്ഞു. എല്ലാവരും കണ്ണുപൊത്തിപ്പോയി. തിരമാല പിൻവലിഞ്ഞു. സ്വാമി നനയാതെ പുഞ്ചിരിയോടെ പാറക്കെട്ടിൽ. അവർ ഓടി സ്വാമിക്ക് അരികിലെത്തി. നിങ്ങളെല്ലാം സ്വന്തം ജീവന് വലിയ വില കൊടുക്കുന്നുവെന്ന് തോന്നുന്നു. സ്വാമിയെ ഉപേക്ഷിച്ച് എല്ലാവരും ഓടിയകന്നല്ലോ. സ്വാമി പുഞ്ചിരിയോടെ പറഞ്ഞു. സ്വാമി, അതൊരു രാക്ഷസ തിരയായിരുന്നു, ഭക്തന്മാർ പറഞ്ഞു. എങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. തൻ്റെ അങ്കി 1 ഇഞ്ച് ഉയർത്തി സ്വാമി ചുറ്റി നിൽക്കുന്നവരോട് അരുളി. ഹാവൂ, തൃപ്പാദങ്ങളെ ചുറ്റി വൈരക്കല്ലുകൾ പതിച്ച ഒരു സ്വർണഹാരം. അതിൽ 108 വൈരക്കല്ലുകൾ ഉണ്ടായിരുന്നു. ഇരുളിൽ സ്വാമിയുടെ മൃദുവായ ഇടിമുഴക്കം. സാഗരം എന്നെ പ്രണമിക്കാനും ഇത് സമ്മാനിക്കാനും കാത്തിരിക്കുകയായിരുന്നു. ഇത് അവഗണിച്ച് ഞാൻ എങ്ങനെ കരയിലേക്ക് വരും? നീണ്ട നിശബ്ദത കടലിരമ്പത്തെയും വിഴുങ്ങി. ഇങ്ങനെ നിരവധി ഭഗവത് ലീലകൾക്ക് ദൃക്സാക്ഷിയായി ചിദംബരകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. അതിശക്തരായ ബന്ധുക്കൾക്ക് സായി സങ്കല്പത്തിനപ്പുറം അനങ്ങാൻ പോലും സാധിച്ചില്ല.
മുരുകന്റെ ഉറച്ച ഭക്തനായിരുന്നു ചിദംബരകൃഷ്ണൻ. സ്വാമി പലപ്പോഴും ഞാൻ രാമനാണ്, കൃഷ്ണനാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ അസ്വസ്ഥനാകും. സ്വാമി ഒരു വലിയ സിദ്ധപുരുഷനായിരിക്കും, പക്ഷെ ഈശ്വരനെന്ന് സ്വയം പറയുന്നത് അപരാധം തന്നെ. ചിലപ്പോൾ താൻ മുരുകനെ വഞ്ചിച്ചോ എന്ന കുറ്റബോധവും ചിദംബരകൃഷ്ണന് തോന്നും. അപ്പോൾ മനമുരുകി പ്രാർത്ഥിക്കും, മുരുകാ, നീ തന്നെ എനിക്ക് കൺകണ്ട ദൈവം, പക്ഷെ ഈ സ്വാമിയെ എനിക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. എന്തൊരു കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഇത്തരം ഭേദബുദ്ധിയാൽ മനം കറങ്ങുന്ന ചിദംബരകൃഷ്ണന് ഒരു നാൾ സ്വപ്നദർശനമുണ്ടായി. മുരുകൻ ഇരുവശത്തും പത്നിമാരായ വള്ളിയും ദേവയാനിയും. ദേവിമാർ തെല്ല് പരിഹാസച്ചുവയോട് മന്ദസിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുരുകൻ പറഞ്ഞു, തൽസ്ഥാനത്ത് ഒരു വൃദ്ധൻ. ചിദംബരകൃഷ്ണന് ഒന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ആ സ്ഥാനത്ത് സത്യസായി ബാബ. ദേവിമാർ തെല്ല് കോപത്തോടെ തിരക്കി, നിനക്കിപ്പോൾ മനസ്സിലാകുന്നുവോ? ഉവ്, എല്ലാം ഒന്നാണെന്ന് അറിയുന്നു, അയാൾ ഭയത്തോടെ പറഞ്ഞു. സ്വപ്നം മറഞ്ഞു. ചിദംബരകൃഷ്ണൻ ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ പർത്തിയിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ രാത്രിയായി. സ്വാമി തന്നെ കാത്തിരിക്കുന്ന സന്ദേശമാണ് അയാൾക്ക് കിട്ടിയത്. ഭയന്ന് വിറച്ച് ആ യുവാവ് സായി സന്നിധിയിലെത്തി. സ്വാമി കണ്ടതും ചോദിച്ചു. സ്വപ്നം കണ്ടപ്പോൾ വരണമെന്ന് തോന്നിയല്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിദംബരകൃഷ്ണൻ ആ പാദത്തിൽ സ്വയം സമർപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നിനെ തന്നെ പല പേരിൽ ജ്ഞാനികൾ വാഴ്ത്തുന്നു എന്ന വേദവചനത്തിന്റെ സത്യത്തെക്കുറിച്ച് ഇതിലുപരി എന്ത് പ്രത്യക്ഷ പ്രമാണം? യുവഭക്തൻ യാചിച്ചു. സ്വാമി, മാപ്പ്. ഇനി അവിടുന്ന് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. സ്വാമി അരുളി, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ആരാധിക്കാം. പക്ഷെ നീ എവിടെ ചെന്നാലും അവിടെയെല്ലാം ഞാൻ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നീ എന്നെ തേടി വന്നതല്ല, നിന്നെ ഞാൻ എന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നു, നിന്നെ സംരക്ഷിക്കാനായി. ആരെ വേണമെങ്കിലും നീ ആരാധിച്ചുകൊള്ളൂ. സ്വാമിക്ക് അതിൽ വിഷമമില്ല, എല്ലാം ഞാൻ തന്നെ. ചിദംബരകൃഷ്ണന് തൽക്കാലത്തേക്ക് ശാന്തിയായി. എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും സംശയം എന്ന മഹാസർപ്പം ജീവാത്മാവിനെ വലച്ചുകൊണ്ടിരിക്കും. ചിദംബരകൃഷ്ണനും അതുതന്നെ സംഭവിച്ചു. അപ്പോഴൊക്കെ സ്വാമി സഹായഹസ്തവുമായി ഓടിയെത്തി. ഒരിക്കൽ ഭഗവാനൊപ്പം ചിദംബരകൃഷ്ണൻ കാറിലുണ്ടായിരുന്ന ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി, ഒരു മൃഗങ്ങളെയും കൊല്ലരുതെന്ന് അവിടുന്ന് പറയുന്നു. ഒരു മൂർഖൻ കൊത്താൻ വരുന്നു എന്ന് കരുതുക, അതിനെ കൊല്ലാമോ? അത് നിങ്ങളെ കൊത്തുമെന്ന് തോന്നുന്നുവെങ്കിൽ കൊല്ലുക. പക്ഷേ ആ മൂർഖനിലും സായി സാന്നിധ്യം ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒരിക്കൽ ചിദംബരകൃഷ്ണനോട് സ്വാമി അരുളി, നിന്നെ ഒരുത്തൻ കത്തി കൊണ്ട് കുത്താൻ വരുന്നെന്ന് കരുതുന്നു. അതിന് കാരണം നിന്റെ കർമ്മഫലം. ശ്രമം കൊണ്ട് നിനക്കൊരു പക്ഷേ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. പക്ഷെ കർമ്മഫലത്തെ എക്കാലത്തും ഒഴിവാക്കാൻ സാധ്യമല്ല. ആക്രമിക്കാൻ വരുന്ന വ്യക്തിയിലും നിനക്ക് സ്വാമിയെ ദർശിക്കാൻ കഴിഞ്ഞാൽ, അയാളെ വന്ദിക്കാനായാൽ കർമ്മഫലം ഒഴിയും. ഈ ലോകം ഒരു നാടകം. കുത്താൻ വരുന്നതും കുത്തേൽക്കുന്നവനും രണ്ടും സ്വാമി തന്നെ. ഇത് തിരിച്ചറിഞ്ഞാൽ ലോകനാടകത്തിന്റെ രഹസ്യം വെളിപ്പെടും. കർമ്മവും കർമ്മഫലവും അപ്പോൾ അപ്രത്യക്ഷമാകും. ഭഗവാന്റെ ഈ അമൃതമൊഴികൾ ചിദംബരകൃഷ്ണൻ കേട്ടു. അതിന്റെ പൊരുൾ അപ്പോൾ പിടുത്തം കിട്ടിയില്ല. പക്ഷേ അത് ഒരിക്കൽ പ്രത്യക്ഷാനുഭവമായി. 1961 ബിസിനസ് സംബന്ധമായി ചിദംബരകൃഷ്ണന്റെ സ്ഥാപനത്തിന് സിലോണുമായി ബന്ധമുണ്ട്. ചിദംബരകൃഷ്ണന്റെ മൂത്ത സഹോദരൻ പർത്തിയിലെത്തി സിലോൺ യാത്രയെക്കുറിച്ച് പറഞ്ഞു. സ്വാമി സസന്തോഷം അനുവാദം നൽകി. അദ്ദേഹം വീട്ടിലെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4:30 ചിദംബരകൃഷ്ണനെ വിളിച്ച് ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ സിലോണിൽ പോകുന്നില്ല, സ്വാമി പോകരുതെന്ന് പറഞ്ഞു. ചേട്ടനോട് സിലോണിൽ പോകാൻ ഇന്നലെ സ്വാമി നേരിട്ട് അനുമതി നൽകിയിരുന്നതല്ലേ, പിന്നെന്ത് സംഭവിച്ചു? ചിദംബരകൃഷ്ണൻ അതിശയത്തോടെ ചോദിച്ചു. ശരിയാണ്, പക്ഷെ അതിരാവിലെ സ്വാമി എൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. യാത്ര ഒഴിവാക്കാൻ കൽപ്പിച്ചു. ഞാൻ പാദനമസ്കാരം എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് സ്വാമി അപ്രത്യക്ഷനായി, ചേട്ടൻ പറഞ്ഞു. അതൊരു സ്വപ്നമായിരിക്കും ചേട്ടാ. അല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. ഞാൻ പോകില്ല. എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് സ്വാമി പ്രത്യക്ഷനായി പറഞ്ഞത്. ശ്രീലങ്കൻ യാത്ര മുടങ്ങിയാൽ ബിസിനസ് കാര്യം തകരാറിലാകും. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്തു ചെയ്യണമെന്ന് സ്വാമിയോട് നേരിട്ട് ചോദിക്കുക തന്നെ. ചിദംബരകൃഷ്ണൻ പർത്തിയിലെത്തി. സ്വാമിയെ കണ്ടു വിവരമറിയിച്ചു. സ്വാമി അരുളി, നിന്റെ സഹോദരൻ പോയാൽ ജീവനോട് തിരിച്ചു വരില്ല, സ്വാമി പറഞ്ഞു. പക്ഷെ സ്വാമി തന്നെയല്ലേ ഇന്നലെ അനുമതി കൊടുത്തത്? ഭക്തൻ സംശയം പ്രകടിപ്പിച്ചു. അതെ, അത് സത്യം. അതിനുശേഷം സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. അന്താളിച്ചു നിൽക്കുന്ന ഭക്തനോട് സ്വാമി വിവരിച്ചു. ഇന്നലെ നിന്റെ ജ്യേഷ്ഠൻ ഇവിടെ നിന്നും പോയ ശേഷം സിലോണിൽ നിങ്ങളുടെ ഒരു തൊഴിലാളിയെ അവിടുത്തെ മാനേജർ പിരിച്ചുവിട്ടു. ആ തൊഴിലാളി മാനേജരെ ആക്രമിക്കാൻ മുതിർന്നു. അപ്പോൾ അയാൾ സ്വന്തം തടി രക്ഷിക്കാനായി നിങ്ങളുടെ സഹോദരൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ സിലോണിലെത്തിയാൽ വധിക്കുമെന്ന് ആ തൊഴിലാളി പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അയാൾ സിലോൺകാരനാണ്. ബിസിനസ് രേഖകളുടെ കാര്യത്തിന് എന്തു ചെയ്യുമെന്ന സംശയത്തിന് സ്വാമി ഉറപ്പു നൽകി. അത് സ്വാമി ശരിയാക്കിക്കൊള്ളാം. പക്ഷേ ചിദംബരകൃഷ്ണന് സംശയം. സിലോണിലെ കാര്യം ഇവിടെ ഇരിക്കുന്ന സ്വാമി എങ്ങനെ ശരിയാക്കാൻ? പലവട്ടം ഈ സംശയം ചോദിച്ചപ്പോൾ സ്വാമി തിരിച്ചു ചോദിച്ചു, സിലോണിൽ ബിസിനസ് കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യം നിനക്കുണ്ടോ?
ഓ സ്വാമി, ഇന്ത്യൻ സ്ഥാനപതിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷണമുണ്ട്. എങ്കിൽ ചേട്ടന് പകരം നീ പോവുക, സ്വാമി പറഞ്ഞു. പക്ഷേ സ്വാമി, അയാൾ എന്നെ ഉപദ്രവിക്കില്ലേ? സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് അരുളി. എൻ്റെ സംരക്ഷണ എൻ്റെ സംരക്ഷണയിൽ ഉള്ള ഉള്ളവരെ ആർക്ക് ഉപദ്രവിക്കാനാകും? ഇത്രയും പറഞ്ഞിട്ട് വിഭൂതി സൃഷ്ടിച്ച് ചിദംബരകൃഷ്ണന്റെ വായിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചെല്ലു, ഭയക്കണ്ട, നിന്നെ ഞാൻ കാത്തുകൊള്ളാം. അങ്ങനെ ചിദംബരകൃഷ്ണൻ ജാഫ്നയിൽ വിമാനമിറങ്ങി. കമ്പനി മാനേജർ സ്വീകരിക്കാനെത്തി. അയാൾ ഉടൻ പറഞ്ഞു, സർ, കൊളംബോയിൽ പോകരുത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളി ജാഫർ അലി നിങ്ങളെ ആരെ കണ്ടാലും വധിക്കാൻ കാത്തിരിക്കുന്നു. പക്ഷെ പോകാതെ പറ്റില്ലല്ലോ. ചിദംബരകൃഷ്ണൻ കൊളംബോയിലെത്തി. അവരുടെ ഫ്ലാറ്റിൽ ചെന്ന് വിശ്രമിക്കാൻ കിടന്നു. പെട്ടെന്ന് തന്നെ നല്ല ഉറക്കവുമായി. വാതിലിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം കേട്ട് ചിദംബരകൃഷ്ണൻ എഴുന്നേറ്റു. വാതിൽ തുറന്നു. ജാഫർ അലി, കൂടെ 3 പേർ. അവർ തിക്കി തിരക്കി അകത്ത് കയറി വാതിലടച്ച് തഴുതിട്ടു. അലി ആക്രോശിച്ചു, എന്നെ പിരിച്ചുവിട്ടിട്ട് സുഖമായി കഴിയാമെന്ന് കരുതിയോ? ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ അനിയൻ, നിങ്ങളെ ഞാൻ കൊല്ലും. ഒരു സായിബാബയുടെ തണല്ലോ ഇത്ര ധൈര്യം? ചിദംബരകൃഷ്ണന്റെ കുടുംബം സായി ഭക്തന്മാരാണെന്ന് അലിക്ക് അറിയാമായിരുന്നു. അലി ഒരിക്കൽ അവരോടൊപ്പം പർത്തിയിൽ പോയി സ്വാമിയെ കണ്ടിട്ടുണ്ട്. ചിദംബരകൃഷ്ണൻ വിറ പൂണ്ടു. അലിയെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ഇന്ത്യക്കാരൻ, ഇത് സിലോൺ. ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. എന്നെ പിരിച്ചുവിട്ടതിന് ഞാൻ പകരം വീട്ടും. നിങ്ങളെ ഞാൻ കൊല്ലും. ചിദംബരകൃഷ്ണൻ പലതും സംസാരിക്കാൻ ശ്രമിച്ചു. സമയം പാഴാക്കണ്ട, അയാളെ കൊന്നിട്ട് നമുക്ക് പോകാം എന്ന് അലിയുടെ കൂട്ടാളി പറഞ്ഞു. മരണം സുനിശ്ചിതമെന്ന് ചിദംബരത്തിന് മനസ്സിലായി. സ്വാമിയെ ഓർത്തു. അനിവാര്യമായ തൻ്റെ പ്രാരബ്ധം സ്വീകരിച്ചേ മതിയാവൂ എന്ന് മനസ്സിലായി. മനസ്സ് വിറപൂണ്ടു. അയാൾ അലിയെ നോക്കി. എനിക്ക് 2 മിനിറ്റ് തരുമോ? ഓ, പ്രാർത്ഥിക്കാനല്ലേ? പ്രാർത്ഥിച്ചോ, സായിബാബയോട് തന്നെ പ്രാർത്ഥിച്ചോ. അവസാന പ്രാർത്ഥന. അലി മുരണ്ടു. ചിദംബരകൃഷ്ണൻ മിഴികളടച്ച് മൗനമായി കേണു. സ്വാമി, ഇങ്ങനെയോ എൻ്റെ അന്ത്യം? എന്തു തെറ്റിനാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്? ഈ വിധി സ്വീകരിക്കാൻ എനിക്ക് കരുത്ത് നൽകണമേ സായീശ്വര. സ്വാമിയോട് പ്രാർത്ഥിച്ചു നിൽക്കവേ തൻ്റെ പാദങ്ങളിൽ നനവ്. തൻ്റെ കണ്ണീർ വീണതായിരിക്കുമെന്ന് കരുതി ചിദംബരകൃഷ്ണൻ കണ്ണു തുറന്നു. കൊല്ലാൻ വന്ന അലി തൻ്റെ പാദങ്ങളിൽ വീണ് കിടന്ന് കരയുന്നു. അലി ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും കാലം നിങ്ങൾ എനിക്ക് ജോലി തന്നു, ശമ്പളം തന്നു, മര്യാദയ്ക്ക് എന്നോട് പെരുമാറി. എന്നിട്ടും ഞാൻ നിങ്ങളെ കൊല്ലാൻ നോക്കി. ഹാവൂ, ഭയങ്കരം. എനിക്ക് എങ്ങനെ ഈ ദുശ്ചിന്ത വന്നു? എന്നെ തല്ലൂ. അയാൾ ഉറക്കെ പറഞ്ഞു. കൂട്ടാളികളായി വന്ന ഗുണ്ടകൾ അമ്പരന്നു പോയി. അവർ എന്തോ പിറുപിറുത്തുകൊണ്ട് പിന്തിരിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അലിയിൽ മനപരിവർത്തനം വരുത്തിയ ഭഗവത് ലീലയോർത്ത് ചിദംബരകൃഷ്ണൻ സ്തബ്ധനായി. 2 നിമിഷം കൊണ്ട് അലിയെ മാനസാന്തരപ്പെടുത്തി ഈ വിധത്തിൽ എത്തിച്ചത് ബാബയല്ലാതെ ആര്? പിന്നീട് 9 ദിവസം അലി തന്നെ ചിദംബരകൃഷ്ണന് അംഗരക്ഷകനായി സിലോണിൽ കൂട്ടുനടന്നു. ജോലിയെല്ലാം പൂർത്തിയാക്കി നാട്ടിലെത്തി ദർശനത്തിന് വന്ന ചിദംബരകൃഷ്ണനോട് ഭഗവാൻ തിരക്കി, സിലോണിൽ എന്ത് സംഭവിച്ചു? ഭഗവാനെ, തൊഴുകയോടെ ചിദംബരകൃഷ്ണൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. കൊല്ലാൻ വന്നവൻ കാവൽക്കാരനായി. കുത്തനെയുള്ള മലമുകളിൽ കയറ്റി വക്കത്ത് നിർത്തിയിട്ട് സ്വാമി എന്നെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ വിചാരിച്ച ആ നിമിഷം പിന്നെ എന്നെ പിടിച്ചു വലിച്ചെടുത്ത പോലെയായി. തിളക്കമാർന്ന മിഴികളോടെ വാത്സല്യപൂർവ്വം ഭഗവാൻ ചോദിച്ചു, സംരക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് തന്നിരിക്കെ നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് കരുതിയോ? കാലം പിന്നെയും കഴിഞ്ഞു. ചിദംബരകൃഷ്ണന് കനത്ത സാമ്പത്തിക ക്ലേശമുണ്ടായി. നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പാട്. അന്നത്തെ കാലത്ത് 70 കാറുകളിൽ പർത്തിക്കിൽ ചെന്ന് കല്യാണം നടത്തിയ അയാൾക്ക് ഇങ്ങനെയൊരു ഗതി. ക്ലേശങ്ങൾ സ്വാമിയിലുള്ള വിശ്വാസവും തകർത്തു തുടങ്ങി. ഒരു നാൾ സ്വാമി അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ ഷൃതി സ്വരൂപത്തിൽ പ്രത്യക്ഷനായി. ചിദംബരകൃഷ്ണൻ അത് അവഗണിച്ചു. അത് കൂസാതെ താൻ ആരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സ്വാമി പറഞ്ഞു, 22 വയസ്സ് വരെ നിനക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് നീട്ടിത്തന്നു. അടുത്ത ജന്മം നീ അനുഭവിക്കേണ്ട വിവരിക്കാനാവാത്ത ദാരിദ്ര്യവും ദുരിതവും ഇപ്പോൾ എൻ്റെ അനുഗ്രഹച്ചായയിൽ നീ അനുഭവിച്ചു തീർക്കട്ടെ എന്ന് ഞാൻ കരുതി. സാമ്പത്തിക ക്ലേശം ഉണ്ടെങ്കിലും നിന്റെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നില്ലല്ലോ. പ്രഭുവിൻ്റെ ഈ ചോദ്യത്തിന് ഏങ്ങലടിച്ചുകൊണ്ടുള്ള പദനമസ്കാരം മാത്രമായിരുന്നു ഭക്തന്റെ ഉത്തരം. ചിദംബരകൃഷ്ണന്റെ ജീവിതം പിന്നീടും ശാന്തമായി ഒഴുകിയില്ല. ഗുരുതരമായ രോഗങ്ങൾ പലതും പിടിപെട്ടു. ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് കാൽ മുറിക്കേണ്ട ഘട്ടം വരെ എത്തി. പ്ലാസ്റ്റർ ഇട്ട കാലുമായി ആശുപത്രിയിൽ നിന്ന് രാത്രി ആരും കാണാതെ അദ്ദേഹം പർത്തിക്ക് പുറപ്പെട്ടു. നീരും വ്രണവും നിറഞ്ഞ കാലുമായി അയാൾ പർത്തിയിലെത്തി. പർത്തി ആകെ മാറിയിരിക്കുന്നു. വൻ ജനക്കൂട്ടം. വലിഞ്ഞിഴഞ്ഞു ചെന്ന് സ്വാമിയെ കണ്ടു. ഒരു നോട്ടം, അത്രമാത്രം. അതേ ലഭിച്ചുള്ളൂ. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. രോഗം ശമിക്കുന്നില്ല. സേവാദള അംഗങ്ങൾ ബലമായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങി. നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആശ്രമത്തിനല്ലേ നാണക്കേട്? ദയവ് ചെയ്ത് ആശുപത്രിയിൽ പോകുക, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ബലമായി കൊണ്ടുപോകും, അവർ പറഞ്ഞു. അന്നു രാത്രി ചിദംബരകൃഷ്ണൻ ഒരു പ്രതിജ്ഞ എടുത്തു. സ്വാമി, ഞാൻ സ്വാമിക്ക് ഉണ്ടാക്കില്ല. ഞാൻ എങ്ങനെയെങ്കിലും ചിത്രാവതി തീരം വരെ വലിഞ്ഞെഴിഞ്ഞു പോകും. അവിടെ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിൽ ഭക്ഷണവും ജലവും ഉപേക്ഷിച്ച് ഞാൻ ജീവൻ വെടിയും. ആശുപത്രിയിൽ പോയി കാല് മുറിച്ച് എനിക്ക് ജീവിക്കണ്ട. ഈ നിശ്ചയത്തോടെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. ഉണർന്നത് രാവിലെ 3:30. ഭക്തന്മാർ ദർശനത്തിലുള്ള തിരക്കിൽ.
കാലിൽ വേദന പതിവ് പോലെ തോന്നുന്നില്ല. ശ്രദ്ധിച്ചപ്പോൾ നീർവീക്കം പകുതിയോളം കുറഞ്ഞിരിക്കുന്നു. ഹാവൂ ഭഗവാനെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ രോഗം വളരെ വേഗം കുറഞ്ഞു വന്നു. സേവാദൾ അംഗങ്ങൾ അത്ഭുതപ്പെട്ടു. ഇത്രയും കാലം സ്വാമിയുടെ മഹിമ പലതും വായിച്ചറിഞ്ഞു, ഇപ്പോൾ നേരിട്ട് കണ്ടു. അവരിൽ പലരും പറഞ്ഞു, പിന്നീടുള്ള ജീവിതം ശാന്തമായി. അദ്ദേഹം ഭർത്തിയിൽ സായി സന്നിധിയിൽ തൻ്റെ പ്രാരബ്ധകാലം കഴിച്ചുകൂട്ടി, ആനന്ദത്തോടെ, ആരോഗ്യത്തോടെ. നമുക്ക് മുന്നിൽ ഇങ്ങനെ എത്രയെത്ര ജീവൻ തുടിക്കുന്ന അനുഭവ കഥകൾ. വ്യാസഭഗവാൻ പറഞ്ഞത് എത്ര സത്യം. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഊഴിയിലെ പൂഴിയും എണ്ണാനാകും, പക്ഷേ ഭഗവത് മഹിമ എണ്ണിയൊടുക്കാൻ ആർക്കാകും? ഇക്കാര്യം ആധുനിക കാലത്ത് ശ്രീ കസ്തൂരി ഇങ്ങനെ എഴുതി: പ്രശാന്തി നിലയത്തിന്റെ കവാടത്തിൽ നിൽക്കുക, വരുന്നവരോടൊക്കെ അനുഭവങ്ങൾ തിരക്കുക. അവർക്ക് ഓരോരുത്തർക്കും അത്യന്തം വിസ്മയകരമായ ദിവ്യമായ ഓരോ കഥ പറയാനുണ്ടാവും. ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ പരമാനന്ദമില്ല. അതിലൂടെ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും കൈകോർത്ത് നമ്മിൽ തഴച്ചു വളരും, പുഷ്പിക്കും. അങ്ങനെ അതിൻ്റെ ഫലമായി ശാന്തി എന്ന ഫലത്താൽ നാം സംതൃപ്തരാകും. സായി ആർക്കും അന്യനല്ല. സായിയെ എനിക്ക് വേണമെന്ന തീരുമാനം മാത്രം മതി അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വാസമുറപ്പിക്കാൻ. ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്ത ആ കരുണാമൂർത്തിയുടെ അത്യത്ഭുതമായ ലീലകളും ഉപദേശങ്ങളും നമുക്ക് കേൾക്കാം, ചിന്തിക്കാം, പറയാം. ആനന്ദം നിറച്ച് ജീവിതം അനായാസമാക്കാം. നാം അമൃത സ്വരൂപികളാണ്, ആനന്ദ സ്വരൂപികളാണ്, അമൃത സന്താനങ്ങളാണ്. അത് മറക്കരുത്. അത് നമ്മെ ഓർമ്മിപ്പിക്കാനല്ലേ തൻ്റെ അവതാരകാലം മുഴുവൻ സായിദേവൻ നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി ലീലകളാടിയത്. ഓം തത്സത്ത്.